ഹലോ ഗായ്സ്, അപ്പോൾ ബാസിൽ വീണ്ടും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ബാസിൽ വ്ളോഗ്. ലാസ്റ്റ് ചെയ്ത വ്ളോഗ് ഏതിനി? ഞാൻ പോയെന്ന്. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തത് ഞാൻ ലാൻഡ് ചെയ്തതിന് ശേഷമാണ്. അതെ, ലാൻഡ് ചെയ്തിട്ടും കുറെ ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാരണം നമുക്ക് കുറെ തിരക്കുകളുണ്ട്. തിരക്ക് പിടിച്ച സമയമാണ്. എല്ലാരും ചോദിക്കണ്ട അനാന് പോലും എന്താ വ്ളോഗിന് അത്ര ഡിലേ തിരക്കുകളിലാണ്. കാരണം അനാൻ തിരക്ക്, ഞാൻ തിരക്ക്, അസറു തിരക്ക്, മറ്റോരെല്ലാരും തിരക്ക്, ഫുൾ തിരക്കിലല്ലേ. എന്തിനാ നമുക്ക് അറിയണം, എന്തിനാ നമുക്ക് ആർക്കും മനസ്സിലാവണില്ല ഈ തിരക്ക് കൂട്ടുന്നത് ഇതാക്കണോ. പക്ഷെ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കണം, കമന്റ് ഒക്കെ ഇട്ട് തുടങ്ങിയാണ്. കൊറേ ആൾക്കാര് പറയുന്നുണ്ട് പിന്നെ അനാന്റെ കല്യാണം, കൊറേ ആൾക്കാര്, കൊറേ ആൾക്കാര് ആർക്കാ. പക്ഷെ ഇതിൽ ആർക്കും കിട്ടിയിട്ടില്ല, ആളെപ്പോഴും കിട്ടിയില്ല. കല്യാണം കിട്ടിയില്ല പറയാം. അതെ, ആ കല്യാണം ഈ കല്യാണം. പക്ഷെ നമ്മളെ തിരക്ക് തന്നെയാണെന്ന് ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റൂലല്ലോ അല്ലേ. അതെ, അപ്പൊ വേറെ കുറെ തിരക്കിലാണ്. പിന്നെ ഞാനിതാ അവിടെ ഒരു പിന്നെ ഡ്രസ്സൊക്കെ സെറ്റാക്കി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഏതാ ഡ്രസ്സ് ഓർമ്മ ഉണ്ടോ? ഇത് നമ്മളെ നിക്കാന്റെ ഡ്രസ്സ്. ഇത് വാസിലിന് കൊള്ളണില്ല കേട്ടോ. ഇത് ഞങ്ങളൊന്ന് ട്രയൽ അടിച്ചു നോക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജിമ്മിനൊക്കെ പോയി ഒന്ന് മസിലൊക്കെ പുഷ്ടിപ്പിച്ചപ്പോ ഇവിടെ ബൈസെപ്സ് ഒന്ന് ടൈറ്റ് ആയി ഉള്ളിൽ കേറണില്ല, ഷോൾഡറിൽ കുടുങ്ങിക്കാണ്. ഏതായാലും അപ്പൊ ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ ഒന്ന് സാറായി, ഫിറ്റിംഗ് കറക്റ്റ് ആണ്. പക്ഷെ മസിലുള്ള ഭാഗത്തൊക്കെ ഒന്ന് വലിയ മടിയുണ്ട് ഡ്രസ്സിന്. ഇതേപോലെ ഡ്രസ്സ് വീണ്ടും നമ്മൾ ഇടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇതേപോലത്തെ അല്ല, ഒരു ചെറുമട്ടത്തില്. പക്ഷെ ആരത്? അതെ, നമുക്ക് കാണികൾക്ക് ഒരു ക്ലൂ കൊടുത്താലോ? ഏതാ ക്ലൂ? എന്താ ക്ലൂ? ഇതിലൊന്നതോട് 3 പേരുണ്ട് ഇതിലോട്ട് ഓൽക്കാൻ അറിയാം. അനക്കല്ല അറിയുള്ളത്. അതൊന്നും പറയില്ല. എന്ത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും ഫിഫ്ത് പാർട്ടും വരും. പിന്നെന്താ വെച്ചാൽ ഇവര് ഈ കല്യാണങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഒരു കല്യാണത്തിന് നിക്കുന്ന പോലെ വിചാരം. അത് നിക്കണില്ല. കല്യാണങ്ങൾ ഇനി വന്നുകൊണ്ട് 2026 എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന്റെ പെരുമഴയാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു ചെറിയ പരിപാടി വെക്കാനുള്ളൊരു ഇതിലാണ്. അപ്പം എന്താ വെച്ചാൽ അത് ഞാൻ പിന്നെ പക്ഷെ എന്നാ ഏതാന്നൊന്നും പറയാത്. ചിലപ്പം ഞാനേക്കാർ ആദ്യം കിട്ടുന്നത് വിചാരിക്കും മോന്റെ റിസപ്ഷൻ ആണ് നല്ല, പക്ഷെ വേറൊരു പരിപാടിയാണ്, ഒരു ചെറിയ ചടങ്ങാണ്. റിസപ്ഷനാണോ? അല്ല, ഞാൻ എന്താ വെച്ചാൽ റിസപ്ഷൻ ആയിട്ട് ഉണ്ടാക്കണില്ല. അപ്പം അതായത് നമ്മള് ഇത് സത്യം പറഞ്ഞാല് ആ ചൂട് കൊടുക്കണത്തിന് ഒന്നാമത് നമ്മളെ കസിൻസൊക്കെ ഒരു പുറത്തില്ലോണ്ട് ഓല കാത്തു നിന്നാണ് ശരിക്കും നമ്മൾ കല്യാണം നമ്മൾ ഇതാക്കിയത്. പക്ഷെ ഇപ്പൊ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർക്ക് കമ്പനിയൊന്നും തീരെ പോരാൻ പറ്റില്ല. അപ്പൊ 3 ലാഗ് ആയും ചെയ്ത് ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണില്ല, വലിയൊരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കണില്ല. നമ്മള് പിന്നെ നശ്വന്റെ ഫാമിലിയിൽ നിന്ന് നമുക്ക് പിന്നെ വിളിക്കേണ്ട ആൾക്കാരുണ്ട്, ഓല വിളിക്കുക. പിന്നെ നമ്മളെ കാരണം ഓല അല്ലേ നമ്മളാരും വിളിച്ചിട്ടില്ലല്ലോ അവിടുന്ന്. അപ്പം അവിടുന്ന് ഓല ആരും ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല, ആരും വന്നിട്ടില്ല. അല്ല, കുറേ കുടുംബങ്ങളൊക്കെ വിളിച്ച് വരാണ്ടാവുമല്ലോ, അങ്ങനെ ആരും വന്നിട്ടില്ല. അപ്പോൾ ചിങ്കു വേണ്ട, ഇത് നമ്മളെ മറ്റേ ട്രിഡൻറ്റ് ഷുഗർ ഫ്രീ. അപ്പം ഓരെല്ലാവരും ഒന്ന് വിളിക്കുക. പിന്നെ അതേമാതിരി എൻ്റെ നാട്ടിലില്ലേ, എനിക്ക് ഞാൻ അത്രത്തോളം നമുക്ക് എൻ്റെ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാകും എൻ്റെ നാട്ടിലെ കുറച്ച് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ നെയ്ബേഴ്സ് നമുക്ക് അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുന്ന നാട്ടിലെ ഫ്രണ്ട്സ് അതന്നെ, നാട്ടിലെ കുറച്ച് അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ചെറിയൊരു അങ്ങനെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഞങ്ങൾ രണ്ടും ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ പരിപാടി. ചെറിയ ഡ്രസ്സാണ്, ചെറിയ ഡ്രസ്സാണ്. അങ്ങനെയല്ല, ഭയങ്കര കല്യാണ ഡ്രസ്സല്ലാതെ എന്നാ ഒരു പാർട്ടി വേറെ ഒരു കോട്ടോ. ചെറിയ ഡ്രസ്സല്ല, കോട്ട് ചെറുതല്ല. ഇപ്പം മണ്ടനാണോ? ഞാൻ ചെറിയ ഡ്രസ്സ് കിട്ടിയോണ്ടാണ് ഞാൻ കല്യാണത്തിന് നിൽക്കുള്ളൂ. കോട്ടും സൂട്ടും ചെറുത് നല്ല പറഞ്ഞത്. എന്താ പറയാ, കൊറേ ലളിതമായ ഡ്രസ്. ലളിതം നല്ല ഒരു ഇതൊക്കെ ആൾക്കാർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇനി വലിയ ഹെവി വർക്കുള്ള ഡ്രസ്സ് കിട്ടുമ്പോണ്ടല്ലോ. അല്ല, എന്തായാലും പറയടി. പാർട്ടി വെയർ എങ്ങനത്തെ പാർട്ടി വെയർ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ വെച്ച് പറഞ്ഞാൽ ചെയ്യില്ല. അപ്പൊ എന്താ കിട്ടണ എടുത്തിടും. എടാ ചെങ്ങായി, ഈ കല്യാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരും, പെണ്ണ് ഹെവി വർക്കുള്ള ഡ്രസ്സ് ഇടുമ്പം നമ്മൾ അതിനനുസരിച്ച് കുറച്ചൊക്കെ വർക്കുകൾ ഇടണം. അല്ലെങ്കിൽ എന്താ സംഭവം, ഈ പെണ്ണുങ്ങളെ മെയിൻ ടാക്ടിക്സ് അത് കല്യാണത്തിന്
പെണ്ണുങ്ങൾ നല്ലോണം ഇതിന്റെ പ്ലാനിങ് ചെയ്യും. ഓലിടേണ്ട ഡ്രസ്സ് എന്ത് മോഡലാന്നുള്ളത് പോലെ പ്ലാൻ ചെയ്യും. ഓലിടേണ്ട കളർ ഏതാന്നുള്ളത് പോലെ പ്ലാൻ ചെയ്യും. അതിന് എന്ത് മുത്ത് വറക്ക വരണ്ടെന്നുള്ളത് വരെ ഒരു പ്ലാൻ ചെയ്യും. നമ്മള് ചാത്തന്മാരായി കാണ്ട് തലേന്ന് 2 ദിവസം മുന്നേ പോയി കാണ്ട് ചാർവാണെ കൂർത്ത എന്താ തരിയാറിനാണ്ട് ഇട്ട് പോരും. ഇതിന് സംഭവിക്കണം എന്താ വെച്ചാല് ഇവർക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടുകാണ്ട് ഇവരുണ്ട് മറ്റേ രാജകീയമായ ക്യൂനുകൾ മറ്റേ രാജ്ഞികളെ അങ്ങനെ വരും. നമ്മള് ബടന്മാരെ മാതിരി ഇങ്ങനെ അതിന്റെ കൂട്ടത്തിൽ മൂടും പിടിച്ച് വരേണ്ടി വരും. ലാസ്റ്റ് സംഭവിക്കാതാണ്. ഇത് നമുക്ക് കറക്റ്റ് പ്ലാനിങ് ഇല്ലെങ്കിൽ ഇവര് മുണ്ടാത്ത എന്തുകൊണ്ടാരോ പുതിയാപ്പിളമാര് ഓരോ ഒപ്പത്തിനെത്താതൊക്കെ അങ്ങനെ ഉണ്ടതില് നമ്മള് ആണുങ്ങൾ ഒരുക്കി കഴിഞ്ഞാ പിന്നെ എന്ത് ആണോ അത്രേ ഉള്ളൂ. എന്റെ ഡ്രസ്സ് അന്വേഷിപ്പിച്ച് അപ്പം എനിക്കെന്താ വെച്ചാൽ അധികം വൈകാതെ ഒരു ഞാനീ പറഞ്ഞ ആൾക്കാരൊക്കെ വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഇതാക്കണം. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എല്ലാവരും എൻ്റെ നിക്കാഹിനെ എല്ലാവരും ഞാൻ വിളിച്ചിനി. അപ്പോൾ ഒരു ഇതൊക്കെ എൻ്റെ ഇതിൽ പങ്കെടുത്തു. അപ്പം എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ അല്ല അങ്ങനെയല്ല, അന്ന് സ്റ്റേജ് ഒന്ന് കുടുങ്ങിക്കണേ, അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ഇനി അങ്ങനെ സ്റ്റേജ് നോക്കുക. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം ഡ്രസ്സിന്റെ കാര്യത്തില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഏതായാലും ഇജും എടുത്തേക്കണേ. എ സി ഇടണോ വേണ്ട? നമ്മള് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഞാനല്ലേ അന്ന് എ സി ഉണ്ടായില്ലേ, കൂളറും ഉണ്ടായിനി. ഞാൻ എനിക്കെന്താ വെച്ചാല് എനിക്ക് ഇങ്ങനത്തെ ഈ പൊടിപ്പും നിങ്ങളിലുള്ള ഡ്രസ്സുകളുണ്ടല്ലോ അതിന്റെ മേത്ത് തട്ടി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതാ ഞാൻ എന്റെ കൈയൊക്കെ അത് വിയർത്ത് മുങ്ങി. സന്തോഷം അത്രേ ഉള്ളൂ. ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഈ ആണുങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ കല്യാണ ഡ്രസ്സ് നോർമൽ ഡ്രസ്സിലേക്ക് മാറ്റണം. ഇങ്ങനത്തെ തുണി മേത്ത് തട്ടിയാൽ തന്നെ ഇത് കണ്ടാൽ തന്നെ ഞാൻ വിയർക്കും. ശരിക്കും ഇതിന്റെ ഒരു ആവശ്യം എന്താണ് ഇങ്ങനത്തെ ഡ്രസ്സിന്റെ? അല്ല ഞാൻ പറയാം, അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്ത്യൻ ട്രഡീഷൻ വെച്ചിട്ട് പണ്ട് മുതലേ കെട്ടുന്ന ആൾക്കാർ, അതായത് പണ്ട് ഈ രാജാക്കന്മാരൊക്കെ കെട്ടുമ്പോൾ ഇതിന്റെ മേലെ ഒരു തലപ്പാവല്, വാള്, പരിചാര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് ഓരോരുത്തരും കുറച്ച് വന്ന് ഇപ്പൊ ഈ ഒരു വർഷത്തേക്ക് എത്തി നോക്കുമ്പോൾ വെറും ഈ ഡ്രസ്സ് മാത്രമായി മാറി. ഒരു 5-10 കൊല്ലം മുന്നേ മറ്റേ തൊപ്പി, ഈ മറ്റേ പിന്നെ ഇവിടെ ഒരു മറ്റേ കത്തിയുള്ള മോഡലൊക്കെ മറ്റേ ഒരു സാധനമൊക്കെ പോയി. ഇപ്പൊ തൊപ്പി അല്ലാതെ കളിക്കണില്ല. തൊപ്പി എന്നാലും ഉണ്ടോന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ ഒരു അവസ്ഥ എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ ഏത് ഡ്രസ് ഇടാൻ വിചാരിച്ചു? ആ ഡ്രസ് ഏതായാലും നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും അങ്ങനെ പരിപാടി നടത്താനുള്ളതുണ്ട്. ഏതായാലും ഒരു കോട്ടും സൂട്ടും ഇടാൻ വിചാരിച്ച് തൽക്കാലം. എന്നിട്ട് അങ്ങനെ ഒരു ചെറുമട്ടത്തിലൊരു പരിപാടി സെറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ വരുന്ന കുറെ പരിപാടികൾ ഇനിയുണ്ട്. ഒക്കെ ഈ വർഷം നമുക്ക് ഇതാക്കാം. പക്ഷെ ആൾക്കാർ ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയാ പറയണ്ടേ, അത് പറഞ്ഞോട്ടെ. പക്ഷെ ആൾക്കാര് പറയുന്നതും ചിലപ്പോ ശരിയാവാം, ശരിയാവുന്നതും ഉണ്ടാവാം, ശരിയാവുന്നുണ്ടാവും, ശരിയാവാത്തതും. അതിൽ ചില കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, ശരിയുള്ളതൊക്കെ ഉണ്ട് പറയണ്ടേ. ഓ അപ്പൊ എന്തായാലും നമ്മളെ ഒരാളൊരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞ് അപ്പോൾ ഓന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അതിന്റെ ഓട്ടത്തിലേനി. അതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വ്ളോഗ് ഒന്നും എടുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടേ ഇല്ല സത്യം പറഞ്ഞ. കാരണം അന്ന് ഇജ്ജ് പോയെന്ന് നിർത്തിയ വ്ളോഗാണിത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ സൗണ്ടിന് പ്രശ്നം വന്ന് അങ്ങനെയൊക്കെ അതിന്റെ സ്കൂളിൽ ലീവ് എടുത്തു. ഞാൻ സൗണ്ട് ഇപ്പോഴും പ്രശ്നത്തിലാണ്. മറ്റേ ട്രീറ്റ്മെന്റിലാണ്. കാരണം എന്താ വെച്ചാല് എന്നോട് മിനിമം 6 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. കാരണം അന്ന് സർജറി പറഞ്ഞേന്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പൊ തൽക്കാലം 2 മാസത്തിന് ലീവ് എടുത്ത് കാരണം റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇപ്പം മെല്ലെ ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാതെ സൗണ്ട് വരും നമുക്ക്. കാരണം നമ്മൾ അതായത് അത് ഞാൻ എങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ അറിയാതെ എൻ്റെ സൗണ്ട് ഓൾറെഡി എൻ്റെ സൗണ്ട് എനിക്കറിയാം, ഭയങ്കര സൗണ്ടാണ്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് നല്ല സൗണ്ട് വരും, കൂടുതൽ ഡെസിബൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്ട്രെയിൻ വരും ചെയ്യാണ്. പിന്നെയും അത് പിന്നെ ഇതേമാതിരി നമ്മൾ എപ്പോഴേലും ഇതിപ്പോ 10 മിനിറ്റ് സംസാരിക്കുകയാണ്, മറ്റേ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുകയാണ്. സംസാരിക്കുകയാണ്. അപ്പം ഒഴിവാക്കിയിട്ട് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഒരു ഗ്യാപ്പ് എടുത്ത് പകരം വേറെ ഒരാളെ ഞാൻ എൻ്റെ പകരമാക്കിയാണ്ട് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. ഈ ഓഗസ്റ്റും സെപ്റ്റംബറും അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലണം. അപ്പം അതിലിപ്പോ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഫാമിലിയിൽ ഒരാളും കൂടി വരാൻ പോവാണ്.
ഇവനെ ഈ കഴിഞ്ഞ അന്നത്തെ പിറ്റേന്നത്തെ ബ്ലോഗ് പറയൽ തുടങ്ങിയാണ് ഇജി പറഞ്ഞൊക്കെ. എന്നിട്ടേ ഇപ്പൊ നിങ്ങള് പറഞ്ഞ ആർക്കും വല്ലാതെ ഇതില്ലാതെ സർപ്രൈസ് ഉണ്ട്. ഒരു സർപ്രൈസ് ഇല്ല. അപ്പോ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങള് അല്ലേ. അപ്പോ ഇന്ന് അതായത് നമ്മള് അസറു ജോർജിന്ന് വന്നിട്ട് പിന്നെ 3 ആഴ്ചയായി. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങാണ്. അപ്പോൾ വന്നിട്ട് 3 ആഴ്ച. അപ്പോൾ അസറുവിന് നമ്മളൊരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. അപ്പൊ ഇന്നലെ തക്കാരം പന്നീൻ്റെ അക്കാരം. അപ്പൊ ഇന്നലെ ഹെൽത്തി തക്കാരാട്ടത്. കാരണം ഒരു സീൻ സാധനം ഉണ്ട് ചിക്കനുണ്ട്. ഞാൻ ഇപ്പൊ പറയണില്ല, അവിടെ എത്തിയിട്ട് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അടിപൊളി. കാരണം ഇമ്മ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി തന്നീനി. എന്തൊരു ടേസ്റ്റ് അത്. അല്ല ഇവക്ക് അറിയാറുണ്ട് ഓൾ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം ഇമ്മിപ്പോ ഉറങ്ങും. അപ്പൊ സെറ്റാക്കൂലേ അന്റെ ഡയലോഗ് വിളിച്ചോണ്ട് നിൽക്കണേ. ഇന്ന് ഞാൻ പോളി തന്നെ പറയും. അതെ ഞാൻ നോ പറഞ്ഞെടുത്ത് നോ പറയാൻ പഠിച്ചു. ഇങ്ങോട്ട് വന്നാ ഇതിങ്ങോട്ട് വരൂ. അപ്പോ ഇങ്ങനെ പിടിച്ചാ അല്ലേ. ഇത് വണ്ണാകുമ്പോ ഇങ്ങനെ പിടിച്ചാ കാണും. വണ്ണല്ല ഞാൻ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ 3 കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് പേരറിയാം എനിക്ക്. ചിരക്കോയി. എന്താണ്? ഗ്രീൻ ചിക്കൻ. കാണലുണ്ട്. ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞു ഇമ്മുന്നെ കൊണ്ട് ആണോ സീനാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ് കർക്കിടക മാസം? അല്ലാത്ത മാസം അത് കഴിക്കാൻ പറ്റൂല. അങ്ങനല്ല, ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമുക്ക് ഈ വേദനകളൊക്കെ ഉണ്ടാവുന്ന മാസമാണ്. അപ്പൊ ഇത് നിന്നാ മാറും ആണോ? പണ്ട് എനിക്ക് എന്റെ അമ്മ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കണം. കഞ്ഞി വേണ്ട, ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഏതായാലും നമ്മള് അടുക്കളയിൽ പോയാൽ നമുക്ക് കുറെ ആൾക്കാർ നമ്മളെ കുക്കിംഗ് വ്ളോഗ് എവിടെയൊക്കെ ചോദിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ കുക്കിംഗ് വ്ളോഗും കൂടി ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഉണ്ടാക്കൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് എല്ലാവരും പറ്റുമെങ്കിൽ വീട്ടിൽ ട്രൈ ആക്കി വെക്കാം. നമ്മൾ നേരെ അടുക്കളയിൽ പോവാം. എന്തായാലും ഉണ്ടാക്കി വെക്കാം. ഇഷ്ടപ്പെടും. നശ്വ അത്തിമണി. അപ്പൊ നമ്മൾ പോയോക്കട്ടെ. അപ്പൊ നമ്മൾ സാധനം ചീരക്കോഴി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പൊ പേര് ചീരക്കോഴി തന്നെയല്ലേ? ചീരക്കോഴി എന്താണ്? ഉള്ളിക്കോയി, ജീരകക്കോയി, ചീരക്കോയി, നശ്വക്കോയി. അപ്പൊ അതിക്കില്ല കൂടെ എടിത് കാണിച്ചു കൊടുത്ത എന്തൊക്കെ സാധനങ്ങള് എന്തൊക്കെയാണ് സാർ ഉള്ളത് പറഞ്ഞെടുത്താ? ഇതിലിപ്പോ കടുകുണ്ട്, കുരുമുളകുണ്ട്, കുരുമുളകുണ്ട്, മല്ലി, പച്ചമല്ലി ഉണ്ട്, പിന്നെ ജീരകമുണ്ട്. എന്ത് ജീരകം? പെരുംജീരകല്ല, ചെറിയ ജീരകം. ഓക്കെ. പിന്നെന്താ ഇതിൽ വേറൊരു ചെറിയ സാധനം ഉണ്ടല്ലോ, അത് ഉലുവ. ഓക്കെ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ടാവും. ഉമ്മ അവിടെയാണോ? ചെറിയ ജാറിലിട്ട് പൊടിക്കണം. നമ്മളെ പൊടിക്കണം. ഇത്രയും സാധനങ്ങൾ. അപ്പൊ നെസ് ഉണ്ടാക്കി തരുന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. ഇങ്ങോട്ട് കൊണ്ടാ എങ്ങനെ ഇതാക്കി കൊടുക്കേ. സോപ്പിടൊന്നും വേണ്ട. ഷെഫിന് അല്ലെങ്കിലും കുക്കിംഗ് അറിയാം. ഷെഫിന് കുക്കിംഗ് ഇഷ്ടാ. ആരായാലും പവറ് ഉള്ളിലിട്ടച്ചക്കാണേ. ഞാൻ അതിന്റെ പൂജ്യം ഇവിടെ എഴുതിയാണ്ട് പൂജ്യത്തിലിട്ടച്ച് അങ്ങോട്ട് സ്വിച്ച് ആക്കിയിട്ടാണ്ട് പോയി.
അവിടെ ഇന്നിട്ടും പൊടിഞ്ഞിട്ടില്ല ചില ഭാഗങ്ങളൊന്നും. അതൊക്കെ മതിയില്ലേ? നെശല്ല ഉണ്ടാക്കണേ, അതൊക്കെ മതി. ഓക്കെ എന്നാ കേൾക്കാം ആണല്ലേ. എന്താ ബാസിലെ എനിക്ക് ഒരു കുക്കിങ്ങിനെ പറ്റിയൊരു ഒരു ജ്ഞാനം അല്ലേ, ഒരു നോളജും ഇല്ല എനിക്ക്. ഓംലെറ്റ് ഉണ്ടാക്കാൻ പഠിച്ചോ? ഓംലെറ്റ് അല്ല, ഇപ്പൊ എന്തൊക്കെയാ അറിയാമോ ബാസിലിന്? ഇപ്പൊ എന്തൊക്കെയാ ഉണ്ടാക്കാറ? ബുൾസായി. ചായ ഉണ്ടാക്കാറോ? ചായ അറിയില്ല ബാസില്? ചായ ഉണ്ടാക്കാറേ ഞാൻ വണ്ടി കയറി ഇരിക്കട്ടോ, സ്റ്റാർട്ടാകട്ടെ. ഫോൺ ഞാൻ അവിടെ വെച്ചു, അവിടെ സെറ്റാക്കി പോകുന്നു. ഓക്കെ തുടങ്ങിക്കോ. സൗണ്ട് എന്റെ ഇവിടെ മണിക്കണ്ടേ ഇതോണായിക്കാം. കുറച്ച് എന്റെ മിക്സി അറിഞ്ഞായിരുന്നു. വേറിട്ട് പോവാണേ. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞമ്മ? ചിക്കനൊക്കെ സെറ്റ് ആയിക്കണ്. ചിക്കൻ കാണിച്ചിട്ടോ. ചിക്കനൊക്കെ ഞാൻ വന്നപ്പോ കണ്ടു എല്ലാം എരിഞ്ഞ് കേക്ക് വെച്ചു കൊടുക്കണത്. ഇനിയിപ്പോ ജസ്റ്റ് ഇനിയിപ്പോ ഇതൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് ഇളക്കി കഴിഞ്ഞാല് നെഷൊക്കെ എന്താണ് ക്രെഡിറ്റ് ആയി. ചിക്കൻ ഉണ്ട് അല്ലേ? ഇത് ശരിക്കും എന്താരോ, ഇത് ശരിക്കും ബാക്കിയുള്ളവരുടെ ക്രെഡിറ്റ് ഏറ്റുവാങ്ങുന്ന ആളാണ് നെശുവ. എടി നമ്മളതിൽ ആ പേസ്റ്റ് ആക്കിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇട്ടിക്കണത്? ഇത് തീക്കട്ടെ. ഇഞ്ചിയും ചുവന്നുള്ളി വെളുത്തുള്ളി. ഓക്കെ ഇത് തീക്കട്ടെ. കൈകൊണ്ട് അളക്കാനാണ് ഇതിനകത്ത് കയ്യില് കയ്യിലോട്ട് പർപ്പസ് അറിയാ. ഇത് ഫുള്ള് ഇടണോ? ഏത് മഞ്ഞൾപ്പൊടി ഈ സ്പൂൺ 1.5. ആ മിക്സിങ് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടോ സാറോ? മല്ലിയില മിക്സിങ് മിക്സ് ചെയ്യല്ലേ? മിക്സ് ചെയ്യാം. ഇതിപ്പോ ആളൂല. കാരണം ഉമ്മന്റെ റെസിപ്പി എന്റെ റെസിപ്പിക്ക് ആണെങ്കിൽ ഇത് തൊടൂല. കാരണം ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. നിങ്ങളെ റെസിപ്പി കോളാവട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ വെള്ളം പാർന്നേക്കുക. ഇപ്പോഴൊക്കെ ഒരു മനസ്സിലിരിപ്പ് ആലോചിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം രസമായി മതി എന്നൊക്കെ. എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല്? ഓ ഇത് നല്ല മണം വരുന്നുണ്ട്. പിന്നെ മണം വെറുതെ ഔഷധ ചിക്കനാണിത്. അതായത് കർക്കിടക മാസത്തിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നെശു പറഞ്ഞ എന്താ വെച്ചാല് ക്ഷീണിക്കണാലൊക്കെ നീച്ച് ചാർജായി എണീച്ചിരുന്ന് ഓടുന്നാണ്. ആണോ? നിങ്ങൾ ഇനി ഇതും കൂടി ബാസിൽ ഉണ്ടാക്കി കൊടുക്കരുത്, അല്ലെങ്കിൽ തന്നെ ഫുൾ എനർജിയിൽ ഓടുകയാണ്. ഇതും കൂടി കുടിച്ചു കഴിഞ്ഞാലേ ഓന് വല്ല എനർജി താവാനുള്ള എന്തെങ്കിലും കുടിക്കേ. കൂളിങ്. ഒച്ചൊക്കെ ശരിയാവും അത് എന്നാല് എന്നും ഇത് ഉണ്ടാക്കി തന്നോ?
എന്നാ പറഞ്ഞ കുരുമുളക് അടിച്ചെടുത്തുള്ള കുരുമുളക് അങ്ങനെ ഒന്നും കഴിയൂല, തെണ്ണത്താൽ ഒറ്റക്ക്. ഇത് മതിയോ? അപ്പൊ നമ്മളുടെ കറിവേപ്പ് വെള്ളം പാരണ്ടേ? കറിവേപ്പ് അങ്ങനെ ഇതാക്കണം. അത് വെള്ളം പാർന്നതിൽ പൊന്തി കിടക്കൂല. അപ്പം എങ്ങനെയാലും കിടക്കും, പക്ഷെ ഇതിലിടുമ്പോ ചില മസാല അതിന്റെ ഒരു ഫ്ലേവർ ഇന്ന് പിടിക്കും. ആണോ? അങ്ങനെ അറിയില്ലേ അല്ല, ഫ്ലേവർ അങ്ങനെ പിടിക്കും എനിക്കറിയാം. ഇപ്പൊ എനിക്ക് നേരത്തെ വെറും മസാലന്റെ മണല്ലേ, ഇനി ഇത് മണത്തോക്ക് എന്തിന്റെ കരിവേപ്പിന്റെ സ്പെഷ്യൽ സ്മെല്ലും കൂടി വരും. ഇത് നെശൊക്കെ അറിയില്ല, അവള് ഇങ്ങനെ എന്നിട്ട് പാളയ മതിനി തോളുണ്ടാക്കുകയാണെങ്കിൽ എന്നിട്ട് നെശം ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ബാക്ക് കൂടെ ഒന്ന് പറയും നിങ്ങൾ ഫുഡ് മോശമാണെങ്കിലും നല്ലത് പറയണേ. എന്നിട്ട് ഓളെ എത്ര മോശം ഫുഡിന് നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞു വ്ളോഗിലൊക്കെ നിരവധി പ്രാവശ്യം. ആ എന്താണ് അന്ന അഞ്ഞും കളിയാക്കേണ്ട ആൾക്കാരെ നമ്മൾ അതടച്ചേക്കാം. അല്ല ഇതിൽ ചീര ഇടുന്നില്ല, ജീരകാണ്. ഞാൻ ചീരയാണ് ഞാൻ ചീരക്കോയി എന്ന് പറഞ്ഞ വ്ളോഗില്. അല്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ടേ, നമ്മളെ സ്പിനാച്ച് ഇല്ലേ, സ്പിനാച്ച് ചിക്കൻ ഉണ്ട്. ആ ചീര ഇട്ടുന്ന കോഴിണ്ട്. അല്ലല്ല നമ്മളെ ഇന്ത്യക്കാരുണ്ടാക്കണം. പിന്നെ മിന്റ് ചിക്കൻ ഉണ്ട്, പൊതീന ഇട്ടിട്ടാണ്ട്. അരമണിക്കൂർ കൊണ്ട് ആയിക്കോട്ടും. അപ്പൊ എത്ര ഉള്ള പരിപാടി? ഇതിക്ക് ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, പച്ചമുളക് ഒന്നും വേണ്ട. കുറച്ച് പച്ചമുളക് ഇട്ടല്ലേ നമുക്ക്, കുറച്ച് സ്പൈസിക്ക്. എന്നാ പച്ചമുളക് നെക്സ്റ്റ് നാളെ അടുക്കളയില് എന്തോ ഫുഡ് ഉണ്ടാക്കിയ പോലെ സ്റ്റൗവിനെ പേടിച്ച് സ്വയം ആത്മഹത്യ ചെയ്ത് പോയത്, പൊട്ടി തെറിച്ചാണ്ട് അല്ലേ? സ്റ്റൗവിനെ പെടുന്ന പൊട്ടി തെറിച്ച് ടേറാണ്ട്. അതെന്തേ എന്നുവെച്ചാണ്ട് പറയണ്ട സത്യം. ഇതിലോ ഇത്രയും കളറാണ് ഇപ്പൊ നമ്മളെ ഷൂട്ടിന് പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇത് ഏത് കളറാ രസം? ഇതിലിപ്പോ ഈ സാൻഡ് എന്നുള്ള ഷെയ്ഡാണിത്, ഈ ഷെയ്ഡ്. ഇജ് എന്താ വെച്ചാല് ഇജ് രസമുണ്ട്. സാൻഡ് രസമുണ്ട്, കാരണം ഈ സാൻഡ് തന്നെ അല്ലേ ഇജന്റെ തലയിൽ മഫ്ത ഇട്ടിക്കണത്. ഇത് സാൻഡാണല്ലോ. അല്ല എന്നാ ഒരു മിനിറ്റ്, ഇജ് ലെമണേ കരട്ടിക്കണ. ഇനി നമ്മള് പരിപാടിക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സാണിത്. ഏത്? ഇതാണ് അതിന്റെ യോക്ക് പോർഷൻ ആണ്. ഇതോ? വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് കളറാ ചൂസ് ചെയ്യണേ? ഷൂട്ടിന് ഇപ്പൊ ഏതാ ഇടുക? എന്റെ ഒരു ടെൻഷനാണ് ഇപ്പൊ. നമ്മളില്ലാത്ത സീക്രട്ടൊക്കെ ആയി. ഒരു മിനിറ്റ്, കറക്റ്റ് ആ ക്യാമറന്റെ മുന്നിൽ പോയിരുന്ന ഫോൺ നോക്കി ഇത് ഞാൻ കട്ട് ചെയ്ത് പോയത്. ഇത് കാണും, എല്ലാവർക്കും മനസ്സിലായില്ലേ ഗായ്സ്? ഇങ്ങോട്ട് കിട്ടോ എന്തിനുള്ളി? എന്താ കൂടി തരല്? മുട്ട പുഴുങ്ങിയതിന്റെ തൊലി ഒളിച്ചാണോ? അതും തോല് ഒളിച്ചെടുക്കണോ? ഓ നൂഡിൽസ് ഉണ്ടാക്കലുണ്ടോ? തിന്നൂല. പിന്നെ പപ്പടം പൊരിച്ചാനറിയോ? പപ്പടം ചൂടാൻ അറിയില്ല വാസല്? എന്നാ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെ പപ്പടം ചൂടല്? നിങ്ങൾ ഉമ്രക്ക് ഞാൻ ചുട്ടില്ലേ? 13 മുന്നോ?
അല്ല വാസിൽ അരിഞ്ഞ ഉള്ളിന്റെ ഇതൊന്നും നോക്കട്ടെ. അങ്ങനെയല്ല വാസിലെ ഗിമി പ്രൊഫഷണൽ. പിന്നെ ഞാൻ ഇവനൊക്കെ വന്നത് ഇവനൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ? കുഴിമന്തി മാത്രല്ല, നെയ്ച്ചോറ്, ചിക്കന്, സാദാ ചോറ്, ചിക്കൻ കറി, മീൻ കറി. അതന്നെ പ്രൊഫഷണൽ കുക്ക് തന്നെ. നാളെ അവധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി നാളെ കാണുന്നുണ്ടോ? പെരുമഴകാരം. അതങ്ങനെ തന്നെ വരുള്ളൂ. അല്ല, നാളെ അവധിയൊന്നും പറഞ്ഞിട്ടില്ല. ഇതെന്തിനാണ് അരിയണ നമ്മള്? ഇതെന്തിനാ മായുള്ളി? ഇതെത്ര ടൈം എടുക്കും? അരമണിക്കൂർ. അല്ല വെച്ചപ്പോഴും അരമണിക്കൂർ. ഇനി ഇപ്പൊ 10 ഒരു 34 അത്ര ഇതായി മതോ. ഞങ്ങള് രാവിലെ പോയതാണ്. ഞങ്ങള് ഷവായ, ഞങ്ങള് ഹെൽത്തി ഫുഡ് മാത്രല്ല സറോ. ഷവായ ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ ഒരു പകുതി ഹെൽത്തി. ജിമ്മിന് പോകാൻ കൂടുതൽ പറഞ്ഞാല് ഇനി ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ നമ്മള് പോയിനി. അന്നൊക്കെ നമ്മള് കുറച്ച് ദിവസമൊക്കെ ജിമ്മിന് പോയിനി. അങ്ങനെയൊക്കെ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഒക്കെ പോയാൽ മതി. എപ്പോഴും പോകണ്ടൊന്നുമില്ല. അടുപ്പിച്ച് പോയിട്ട് കാര്യമില്ല വാസലെ. ബോഡിക്ക് 2 ദിവസമെങ്കിലും ആഴ്ചയിൽ റെസ്റ്റ് വേണം. അല്ല നമ്മള് പിന്നെ ആഴ്ച മൊത്തമൊന്നും പോണില്ല, നമുക്ക് ഗ്യാപ്പ് വരുന്നില്ല. ഇതൊന്നും പോകണ്ടായിരുന്നു. ഒക്കെ വെറുതെ ആണ്. അല്ല ഒരു ടൈം ഞാൻ കാർഡിയോ മാത്രം ചെയ്യുള്ളൂ. ഉറങ്ങിയിട്ടില്ല. ഞാനവിടെ അങ്ങനെ കടന്നു കുറച്ചേരം കേട്ടോ. ഞാനൊക്കെ ഒന്നോട്ടെ എൻ്റെ ഇത് നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. നേരെ നേരെ ഇതേ ഈ ബോട്ടിൽ ഫ്ലിപ്പ് നേരെ ചീരക്കോയിമൊക്കെ കയറി പോണ്. അതൊന്ന് പൊത്തിച്ചളേ. ഇങ്ങനെ കറക്കി പൊട്ടതിയാ. ഇത് ഒരു നിശ്ചിത ഇതിലിട്ട് അപ്പോഴല്ലേ നിൽക്കുള്ളൂ. അങ്ങനെ അത്ര പൊന്താൻ പാടുള്ളൂ. ഇത് അവിടെ തട്ടാനായി. ഇതൊക്കെ പൊളിഞ്ഞാടൂലേ. ശരിക്കും അയൽവക്കക്കാരെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്, മുതൽക്കൂട്ടാണ്. അതെ, അത് ഭയങ്കര ഒരു ഇതന്നെട്ടോ. ഇപ്പൊ അയൽവക്കക്കാരും നാട്ടുകാരും അല്ലേ, അവര് ഭയങ്കര അത് ഞമ്മക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അധീനത്ത് എത്തുന്ന നാട്ടുകാരും കുടുംബക്കാരും മറ്റേ അയൽവക്കക്കാരും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം ഒരു 3/4 ഭാഗം കഴിച്ചില്ലായി. കാരണം കുടുംബക്കാരും എത്തും, പക്ഷെ ഓല് എത്താൻ കുറച്ച് നേരം എടുക്കും. എളുപ്പം എത്താൻ പറ്റുന്ന നാട്ടുകാർക്കും നമ്മളെ അയൽവക്കക്കാർക്കുമാണ്. അത് ടീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം ഒരു 70% ഓക്കെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇതേമാതിരിയൊക്കെ ഓരോ പെണ്ണുങ്ങളും ലെവലാവണം. എന്നാലാണ് ബാക്കി 70% മേലക്കണ്ട് കയറുള്ളൂ. അത് ലെവലായില്ലെങ്കിൽ ഉള്ള കൊണ്ടത്തെ കാര്യം. പുറത്ത് ഈ വാതിലിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് 70% ഓക്കെ ആണ്ടത്തെ കാര്യം ഉള്ളില് ഓക്കെ ആവണ്ടേ. ഉള്ളില് -100 പെർഫെക്റ്റ്. ഓക്കെ
ഇതേ അന്ന് ഞാൻ സമ്മതിച്ചിട്ട് തരും. ഒരു നാരങ്ങ ഹാഫ് അരിഞ്ഞ് തരും. അത് അങ്ങനെ തന്നെ കടിച്ചു തന്നോ കഴിയോ? എന്നാൽ എനിക്ക് നാളെ ഞാൻ ഒരു ഫുള്ള് ബ്രോസ്റ്റിന് വാങ്ങി തരും. അതോ ആ ഓട്സിന് ഈ ഓട്സിനൊരു ചരിത്രമുണ്ട് എന്നാ പറഞ്ഞിട്ട് ഡയറ്റ് ചെയ്ത് വാങ്ങിയേക്കാരം. ഒരു സിനിമ ചരിത്രം. ഈ ഓട്സ് വാങ്ങിയിട്ട് ഏകദേശം സാധാരണ ഓട്സ് വാങ്ങി എത്ര ഇതിനുണ്ടാവും? 2 ആഴ്ച മാക്സ് അല്ലെ? 2 ആഴ്ച 3 ആഴ്ച കൂടി. അത് ഒരു മാസം ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ 2 ആഴ്ച മേലെ പോവില്ല. എന്ത് 2 വീട് ഒരു മാസം തന്നെ കൂടി. ഓക്കെ ഇത് വാങ്ങിച്ചിട്ട് എത്ര മാസമായാലോ? അത് പറഞ്ഞെടുത്താ മോളെ പറഞ്ഞു എത്ര മാസമായി? ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ കേട്ടോ. ഞാൻ ഒരു ഗസ് ചെയ്യാം അത് എത്ര മാസം ആയിക്കണേ. ഇത് ബാസിലെ ഇതൊരു 5 മാസമായി ആണോ? 5 or 4 ഒരു 3 മാസം എന്തായാലും ആണോ? ഇപ്പോഴും അതിന്റെ എത്ര ഉണ്ട്? ഇതെന്താ ഇത് ഇന്നത്തെ ഇമ്മ ഏതാണ്ടെന്ന് പറയണത് ഇതുമായിട്ട് എന്ത് ബന്ധോ? സുഹൃത്തുക്കളെയാ പറയൂ. വളവെടുത്തു എന്തേലും പറഞ്ഞ വേഗം പോകും. അതുകൊണ്ട് കാര്യമില്ല. ഇത് രസമുണ്ടല്ലോ. രസണ്ടേ? തേനും പഴമൊക്കെ വെച്ച് തന്നാ എന്നിട്ട് എന്നെ കൊണ്ട് മറ്റേ പാലും വാങ്ങിച്ചു. ഏത് മറ്റേ 0 ഫാറ്റ് പാലുണ്ടല്ലോ അതൊക്കെ വാങ്ങിപ്പിച്ചു. എന്നിട്ട് ഇത് തിന്നു. എന്നിട്ട് ഉച്ചക്ക് രാവിലെ കാർബ് കയറ്റു. രാവിലെ എന്താണ് എന്തൊക്കെ ഇഡലി ദോശ പുട്ട്. എന്നിട്ട് അതിന്റെ കൂടെ ഡയറ്റ് ഡയലാക്കാൻ കുറച്ച് ഓട്സും. എന്നിട്ട് ഉച്ചക്ക് ചോറ് കാര്യങ്ങൾ അത്. പിന്നെ വൈകുന്നേരം വരുമ്പോ ബേക്കറി പിന്നെ മധുരം അൺലിമിറ്റഡ് മധുരം. ഓട്സ് 0 ഫാറ്റ് പാലില് മസ്റ്റാണ്. അത് കൂട്ടി നമ്മളമാതിരി തന്നെ നമ്മൾ നെശ്വാ അത് എൻ്റെ കെട്ടിന് അങ്ങനെ തന്നെ. ബ്രോസ്റ്റും അൽഫാമും ഷവായൊക്കെ വയ്ക്കും. പക്ഷെ കുടിക്കണത് വിത്തൗട്ട് എന്താണ് ജ്യൂസേക്കാരം. എണ്ണയിൽ പൊരിച്ച കടികളും എണ്ണയിൽ പൊരിച്ച ബ്രോസ്റ്റൊക്കെ തിന്നിട്ടോ. ബാസിലിന്റെ മെയിൻ പ്രത്യേകത തരാം. ബാസിൽ ഹോട്ടലിൽ പോയി ഇങ്ങനെ ആയിരിക്കും. എന്താണ് കഴിക്കാൻ? ഷവായ ഉണ്ട്, ബ്രോസ്റ്റിൻ്റെ അൽഫാമുണ്ട്. അസുർ എനിക്കെന്താ വേണ്ടേ? അപ്പം ഞാൻ ഒരു ബ്രോസ്റ്റർ അന്ന് എനിക്കൊരു ഷവായ പാർട്ടിയാണ്. ഇത് 2 എണ്ണയിൽ മുക്കി ഉണ്ടാക്കണമെന്നുള്ളത് നമുക്കറിയാലോ. എന്നിട്ട് ജ്യൂസ് അറിയാം എനിക്ക് ഒരു പൈനാപ്പിൾ നോ ഷുഗർ. എന്നിട്ട് ഒരു പപ്സ് ഒരു കട്ട്ലറ്റും കൂടി എടുത്തു. എണ്ണക്കടികളും എണ്ണന്റെ സാധനങ്ങളും തിന്നും, ചോറും തിന്നും. എന്നിട്ട് ഒരു നോ ഷുഗർ പൈനാപ്പിൾ ഇട്ടോ പറയും. ചോറും തിന്നില്ല എണ്ണക്കടി. ഞാൻ പിന്നെ പറ്റ ഷുഗർ ഒഴിവാക്കിയില്ല. ഞാൻ ഇച്ച് ഗതി കെട്ട ഞാൻ അത് കുടിച്ചു. പക്ഷെ പിന്നെ അതും കുടിച്ചൂല. ഇങ്ങളെ മീന് വന്ന് തിന്നില്ലല്ലോ, പൊരിച്ചതൊന്നും. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു. ആ ചോറ് ബിരിയാണി ഇന്നലുണ്ടോ? ഇവിടെ ചെമ്മീൻ ഇത് ബിരിയാണി ഹാഫ്. ഇതാ ഈ പ്ലേറ്റ് ഉണ്ടല്ലേ, അതിന്റെ ഹാഫ് ഫുള്ള് തിന്ന്. എന്നിട്ട് നമ്മൾ മറ്റേ ഇത് ഓർഡർ ചെയ്തിനി, പ്രോൺസ് ചെമ്മീൻ്റെ മറ്റേ പൊരിച്ചത്, പിന്നെ ചിക്കൻ പൊരിച്ചത്. ഇതൊക്കെ തിന്നണ്ടേ. നിങ്ങൾ ഉണ്ടാക്കണ ഫുഡാവും. ഇത്രയും ഹെൽത്തി ആയിട്ട് ഇതോ നിങ്ങളടി അടവിറക്കണേ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള അടവാണ് ഈ ഡയറ്റൊക്കെ. ഒരു ഡയറ്റും ഇല്ല. നിങ്ങൾ നാളെ രാവിലെ മുതൽ ഒരു കുറ്റി പുട്ടും ഒരു 4-5 പൊറോട്ട അങ്ങോട്ട് കൊടുക്കി. ഓ തിന്നു. കാലങ്ങൾക്ക് ശേഷം കൊടുത്താൽ മതി, അപ്പൊ കഴിക്കും. തിന്നൂല. പക്ഷെ ഞങ്ങളെ പോന്ന ഞാൻ മന്തി തിന്നും, മന്തി റൈസ് തിന്നും, ഷവായ റൈസ് തിന്നും, റുമാലി റൊട്ടി തിന്നും. എല്ലാം തിന്നും. ഞാൻ ഇവിടെ നിന്നാണ് ഈ പ്രശ്നമുള്ളേ. ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് ഒന്നിനും നശം ഉണ്ടാക്കി കൊടുക്കണോണ്ടായിരിക്കാം. ചിലപ്പോ ചോയ വ്യത്യാസം ഉണ്ടല്ലോ ഹോട്ടലത്തെയും ഇവിടുത്തെ ഒക്കെ. അല്ല 1/2 മണിക്കൂറായല്ലോ.
ഇല്ലേ നമ്മള് കാലിൽ വെച്ചിക്കണ് എന്താണ് 20 വെച്ചിക്കണ് നമ്മള്. അല്ല ഞമ്മക്ക് ഒരു അരമണിക്കൂറിൽ ഏറെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, വെന്താ മതി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മള് ഒരാവശ്യത്തിന് നബീലിന്റെ വീട്ടിൽ പോയി. ഓ അത് കോമഡി. നമ്മള് ഇപ്പൊ പറഞ്ഞ വാക്കുകൾ അല്ലേ, സംഭവം സാറിന്റെ സന്തോഷമായി. നമ്മളെന്താ വെച്ചാല് എന്റെ ഓഫീസിൽ പോയിനി. ഓഫീസ് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന വൈകില് ബാസിൽ വരണം. നമുക്ക് നബീലിന്റെ പേരിലൊന്നും കയറാം. നബീലിന്റെ പേരിൽ നമ്മൾ കയറിയപ്പോ നബീലിന്റെ അമ്മ ഉണ്ടേനി, നബീലിന്റെ എപ്പ ഉണ്ടേനി, നബീലിന്റെ കാക്കി ഉണ്ടേനി. എന്നിട്ട് നബീലിന്റെ എപ്പ ഇങ്ങനെ പറഞ്ഞേ, ആ ഇവന് അതായത് കാക്കാക്ക് ഞങ്ങൾ വന്നതും ഓനക്ക് എവിടെ ഒരു എന്താണ് മറ്റേ ഹോസ്പിറ്റലിൽ ഇക്കറ ഹോസ്പിറ്റലില് എന്താണ് കിട്ടി. അപ്പൊ അതിന്റെ സന്തോഷത്തിലിരിക്കണം. കാക്കാക്ക് ഇന്റർവ്യൂല് കിട്ടി. അപ്പൊ നമ്മള് കയറി ചെല്ലണത്. എന്നിട്ട് വാപ്പ ഫുൾ സന്തോഷത്തില് എന്ത് വെച്ച് എന്നിട്ട് ചിരിച്ചാണ് പറയേ. ചെറിയോനില്ലേ, ചെറിയോന് നബീലാണ്. ചെറിയോന് ഇത്രയും കാലം നീച്ചിനി അത് വൈകുന്നേരം 4 മണിക്കും കടന്നുറങ്ങിയത് രാവിലെ 7 ഇപ്പൊ ഇന്റെ മൈരായിറിന് ചിരിച്ചാ. അപ്പൊ ഞങ്ങള് ചോദിച്ചേ എന്ത് ചോദിച്ചു, എന്തിപ്പോ ചോദിച്ചു. ഓ അപ്പൊ ഇന്റെ അതേ മൈരാണ്. വൈകുന്നേരം 9 മണിക്ക് ഉറങ്ങും, രാവിലെ 7 നീച്ചും, എന്നിട്ട് പണിക്ക് കട നോക്കും. കാരണം ഫർമിക്കൊണ്ട് നമുക്ക് പെറ്റ്സിനെ ഗ്രൂം ചെയ്യണ കട നോക്കണാണ്. അതായത് കട സ്വന്തമായിട്ടുള്ള ഒരാളാണ് നബീൽ കേട്ടോ. അപ്പം അത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് സ്റ്റാഫുകളെ കൂടെ തന്നെ പോയിട്ട് സ്റ്റാഫുകളെ കൂടെ തന്നെ പണിയെടുക്കുന്ന ഒരു ആത്മാർത്ഥ തൊഴിലാളി മുതലാളിയും കൂടിയാണ് നബീൽ. അപ്പം നബീൽ രാവിലെ 7 മണിക്ക് പോവും, വൈകുന്നേരം 9 മണിക്ക് വരും. എന്നിട്ട് വാപ്പ നാളെ വിളിച്ചു നോക്കിയപ്പോൾ പറയണല്ലേ, എനിക്ക് നിങ്ങളോടൊന്ന് വിളിച്ച സമയങ്ങളല്ല, ഞാൻ അവിടെ പൈപ്പ് ലൈൻ എന്തോ പൊട്ടിക്കണേ, അത് നന്നാക്കാണ്. ആ പറഞ്ഞേ ഓന് ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. പണ്ട് എന്തൊക്കെയാ പറയുന്നത്, പണ്ട് ഓന് ഇല്ലാത്ത പിത്തനകളില്ല. ആ ചെങ്ങായനെ ഇങ്ങനെ ഭയങ്കര വികൃതിയാണ്. ആ ചെങ്ങായനെ ഇങ്ങനെ നീറ്റ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ട് കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. സന്തോഷായി. സമയത്ത് രാവിലെ 7 മണിക്ക് നീക്കുക, പോവുക, കട തുറക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. അതായത് വാപ്പാക്ക് മറ്റോന്, അതായത് ഏട്ടന് ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ കിട്ടിയില്ലാറ് സന്തോഷം പറഞ്ഞു. നബീല് മര്യാദക്ക് പണിക്ക് പോണത് കണ്ടിട്ട് ഇന്റർവ്യൂ പാസ്സായിക്കാണ്. അതിലാറ് സന്തോഷം നബീല് രാവിലെ 7 മണിക്ക് നീച്ച് വൈകുന്നേരം 8 മണിക്ക് ഒരു പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഫീല് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. അതെ അതെ, അത് നമുക്കും ഭയങ്കര സന്തോഷമായി. കാരണം നബീല് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും അതിന്റെ പിന്നാലെ നടന്നു. അതിന്റെ കാരണം ഓന്റെ ഒരു വിഷനും ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളും ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് താല്പര്യമുള്ള ഫീൽഡ് പോകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ വിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. താല്പര്യമില്ലാത്ത ഫീൽഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ വിഷന് വേറെ സൈഡിലും താല്പര്യമില്ലാത്ത വർക്ക് വേറെ സൈഡിലും കൂടി കഴിക്കണ്ടേ, അങ്ങോട്ട് കുടുങ്ങിപ്പോവും. പിന്നെ ഒരു ലൂപ്പിലേക്കാരം നമ്മള്. ഇപ്പൊ ഇതിന് അശ്വാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ താല്പര്യമില്ലാതെ കഴിക്കേണ്ടി വരും. ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ താല്പര്യത്തോടെ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. എന്ത് പപ്പടോ, നല്ല കുക്ക് ചെയ്യലുണ്ട്. നൂഡിൽസോ? നൂഡിൽസ് അല്ല, മക്രോണി ഉണ്ടാക്കും. മക്രോണി വെള്ളത്തിലിട്ട് വേവിച്ചാ. വേറെന്താ ഉണ്ടാക്കാറ്? ചില്ലി ചിക്കൻ നിങ്ങളെക്കാരം പൊരിച്ചു കൊടുക്കണത്. ആ ചെറിമന്ന് കിട്ടിച്ച് എന്നിട്ട് പിന്നെ തൈക കച്ചപ്പ് വെച്ചാ, എന്നിട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇട്ടാണ് ഇളക്കുക. കുറച്ച് ക്യാപ്സിക്കം ഇടുക, ബീഫ് ചില്ലി. അതെത്താ വിലങ്ങനെ അരിഞ്ഞാണ്ട് പൊരിച്ചെടുക്കുക. ബിരിയാണി ഉണ്ടാക്കോ ജി? എന്നാ ബിരിയാണിക്ക് ഫസ്റ്റ് പ്രോസസ് എന്താ? അങ്ങനെയൊന്നും ഉണ്ടാക്കൂല. ഉണ്ടാക്കിയോ അതൊരു ബുട്ട ടേസ്റ്റാ. അത്രേ ഉള്ളൂ നേശ. പക്ഷെ എൻ്റെ ഇഫ ചിക്കൻ ഉണ്ടായിരുന്നു, അത് സീനേനി. അതൊന്നും പറയാല്ല, അത് ഇജ്ജ് പറയിപ്പിച്ചതല്ല, പക്ഷെ ബാക്കി ഇജ്ജ് പറയിപ്പിച്ചതാ. അത് ഞാൻ ബ്ലോഗ് പറയും. അതൊരു രസം ഉണ്ടായിനി. മുടങ്ങി പോയൊരു ഐറ്റം ഉണ്ട്, ബക്കറ്റ് ചിക്കൻ. അത് നമ്മൾ ഉണ്ടാക്കും. പിന്നെ അല്ല, അതിന്റെ ഇടയിൽ ഒരു സാധനം ഉണ്ടാക്കിനി. ബാസില, പിന്നൊരു കാര്യം കാണികളോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, സ്പൈഡർമാന്റെ പുതിയ പടം ഇറങ്ങി, മിസ്സാക്കണ്ട.
എപ്പിക് 3D തന്നെ കാണാൻ പറ്റുന്നവര് പോയി കണ്ടോളി. ഓടിപ്പോയി ഈ പടം കണ്ടിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഈ പടം കണ്ടിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കി സീക്വൽ അല്ല, ഇത് പുതിയത് കാണുന്ന കണക്ഷൻ ഉണ്ട്. പക്ഷെ അത് കോലിക്ക് കോമിക് ബുക്ക് വായിക്കണവരാണെന്നുണ്ടെങ്കിൽ കോലിക്ക് മനസ്സിലാവും. നിങ്ങളെ അല്ലല്ല ബാക്കി കുറച്ച് ടൈം ഉണ്ടായി. ഇത് മറ്റേ കാർട്ടൂണാണേ, അങ്ങനെയൊക്കെ പറയാം. വലട്ട് പോണ സ്പൈഡർമാനൊക്കെ. അത് എന്താ സംഭവം പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തിലുള്ളൊരു മാർവൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ മാർവൽ ഫാൻസ് ഒക്കെ എല്ലാവരും കണ്ടോക്കും. പക്ഷെ അല്ലാത്തവരും പോയി കണ്ടോളി. കഥന്റെ ബാക്കിയൊന്നും അല്ല. പക്ഷെ എപ്പിക് 3D തന്നെ കാണണല്ലേ വാസില? ഓ ഇജാണ് ഉണ്ടാക്കണേ. എന്നാ ഇഞ്ഞിച്ചുണ്ടാക്ക നോക്കട്ടെ, എന്റെ സ്കില്ലൊക്കെ ഒന്ന് കാണട്ടെ. ഇതിന്റെ പേരെന്താ? ചെറുള്ളി. ഓ ഇപ്പടണെന്താ? വെള്ളുള്ളി. വെളുത്തുള്ളി. കൈ കൊണ്ട് നടക്കണേ. കയ്യിലുണ്ട് നടുക്ക് എടുക്കടച്ച ഓനോ? അതാണ് എന്താണ് ഇന്നെങ്ങനെ നിങ്ങൾ കൊച്ചാക്കണമ്മ? ഇത് നീ ചിക്കൻ കാണുമ്പോ ഇതിക്ക് ഉപ്പിടണ്ടേ? കുറച്ച് ഉപ്പിടണ്ടേ? വേണ്ട. ഓക്കെ പാചകം ഒരു കലയാണ്. പക്ഷെ ബാസിൽ അതിലൊരു കലാകാരനാണ്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അത് അനക്കൊരു ഭാഗ്യം കേട്ടോ. നെശ്വക്ക് അത് കിട്ടി എന്നുള്ളൊരു സംഭവം. ഉള്ളി മൂത്തില്ലെങ്കിലും നെശ്വ മൂത്തുക്കാണ്. വേഗം മനസ്സിലാവും ഹോട്ടലിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിട്ട് വിളിച്ചാ ഓക്കെ അല്ലേ? എന്ത് ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞ ഉണ്ടാക്കിയിട്ടില്ല. കോൺഫിഡൻസ് അല്ലേ? ഓക്ക് സമയല്ല. ഓക്ക് എന്താ, ഓക്ക് ഇനി ഒരു യൂട്യൂബിലേക്ക് പഠിച്ചൊക്കെ വേണം. 5-6 മാസം കൂടെ ഉള്ളൂ. ഇജൊന്ന് മൂപ്പിച്ചു. അത് ഹോംലി ഫീലോ? അതായത് ഓള് ഈ കോഴ്സിന് ചേരുന്ന അന്ന് ഫസ്റ്റ് വ്ളോഗ് എടുക്കണം നമ്മള്. അപ്പൊ അതില് പറഞ്ഞു പിന്നെ എനിക്ക് കോളേജൊക്കെ ഭയങ്കര ഹോംലി ഫീലാണ്, ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ DLED തുടങ്ങണുള്ളൂ. അപ്പൊ അന്നെ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരിക്കണ ഇത് കുറച്ച് കഴിയുമ്പോ ഹോംലി ഫീലിൽ നിന്ന് ലോൺലി ഫീലിലേക്ക് പോയി. അതൊക്കെ ഇജാന്ന് ഫസ്റ്റ് ഇയർ ഉള്ളപ്പോഴല്ലേ പറഞ്ഞത്. അപ്പൊ അന്നത്തെ എന്റെ സെക്കൻഡ് ഇയറിനോട് ചോദിച്ചു. ഇപ്പൊ ചോദിച്ചു ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇളക്കി കൊടുക്കണ്ട. ഇത് മൂത്തോട്ട് മിസ്സിനോട് ചോദിച്ചാലോ ടീച്ചർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ ഹോംലി എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനൊക്കെ ആവും. നല്ല ഹോംലി ഫീലാണ്. ഹോംലി ഇരിക്കാൻ നോക്കി മൂപ്പായോ? ഒന്നുകൂടിയാണ് ചെറിയ പാത്രം ഉപ്പായ ബാക്കി ഇതിൽ കിടന്നുകൊണ്ട് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ചീരാക്കോയി തിന്നാനാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞെടുത്തതാണ്. വെറുതെ ഡയലോഗ് അടിച്ച മെയിനാണ്. നെശ്വക്കേ ഒരു ബുൾസൈ ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്നുള്ളത് ഇന്ന് മനസ്സിലായി. ബുൾസൈ ഉണ്ടാക്കിയിട്ട് കുഞ്ചി പൊട്ടി. ഇന്നാളെ എനിക്ക് ബുൾസൈ ഉണ്ടാക്കിയതാണ്. കുഞ്ചി പൊട്ടിയോ? അതാണ് ബുൾസൈയിൽ കുഞ്ചി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ബുൾസൈ ആവാൻ?
ഇനി നശ്വാക്ക് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ കറക്റ്റ് ഒരു സ്ക്രിപ്റ്റ് പോലെ ഞാനൊരു A4 പേപ്പറിൽ എഴുതിക്കാണ്ട് ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ നശ്വക്കുള്ള 101 പാചക കുറിപ്പുകൾ, പാചക വിദ്യകൾ ഇജ് തിരുത്തി ചെയ്തു. ഇജ് പൊയ്ക്കിച്ച് അവിടെ. എന്ത് ബിരിയാണി എന്നായിക്കോട്ടെ, അത് ബിരിയാണി ആയാ മതി. എന്ത് ബിരിയാണി? മട്ടണോ ചിക്കനോ ബീഫാ? അങ്ങനെ പറഞ്ഞിട്ട് വയ്ക്കണ്ടേ, അപ്പോഴല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ ചിക്കനക്ക് എന്ത് ചെയ്തു അസറോ? ചിക്കനക്ക് അത് തൂമിച്ച ഉള്ളികൾ, തൂമിച്ചുള്ളി ആണമ്മ, തൂമിച്ചുള്ളി. നല്ല ജീരകത്തിന്റെ ഒക്കെ മണം. ഇതാണ് കർക്കിടക മാസത്ത് കഴിക്കാൻ പറ്റിയുള്ള ഹെൽത്തി കോഴി. ഇതാണ് തിന്നാ നീച്ചട് ഓടുന്ന പറഞ്ഞത്. കാല് മുറിഞ്ഞ ആളുകൾ കാല് കൂട്ടി യോജിപ്പിക്കും അല്ലേ? വിരൽ മുറിഞ്ഞ ആളുകളുടെ വിരൽ കൂട്ടി യോജിപ്പിക്കും. ആ ക്ഷീണിക്കുന്നവരുടെ കാല് കുറച്ചേരം കൂടി ഒരു ക്ഷീണമോ? ക്ഷീണിക്കുന്നവർ നിലം പതിച്ച് കാലിൽ വരെന്ന് ഓടി പുറത്തേക്ക് ചാടിപ്പോകും. അതെ, അത്രക്കും ഹെൽത്തിയാണ്. ഇനി എത്ര ടൈം വെക്കണമ്മ? ഞാൻ 1/2 മണിക്കൂറുണ്ട്. കന്നഡ, കന്നഡയിൽ ഞാൻ പറയണൊക്കെ പറയോ? ഇതിനെത്ര റുപ്യ എന്താ പറയാ? ഇതിനെത്ര രൂപ? ಎಷ್ಟು ಆಯ್ತು? ಎಷ್ಟು ಆಯ್ತು? അതെവിടെ കന്നഡ അടിച്ചത്? കന്നഡ അറിയോക്കെ? കന്നഡ. പിന്നെ വേറെ എന്തൊക്കെ അറിയാം? ചോദിക്കി എന്തെങ്കിലും ചോദിച്ചോ സറോ? എന്തേലും ചോദിക്കൂട്ടെ, എനിക്ക് അറിയുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ജീര ചിക്കൻ ആണ്. അത് ഞങ്ങൾ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങുന്നതായിരിക്കും. ನಾವು ಜೀರಾ ಚಿಕನ್ ಮಾಡ್ತೀನಿ. 2 ನಿಮಿಷ ಆವಾಗ ನಾವು ಊಟ ಮಾಡ್ತೀನಿ. നമ്മക്കറിയില്ലല്ലോ. ഞാനും പറഞ്ഞല്ലോ. എന്നാല് ഞാൻ പറഞ്ഞോ. ഇജിന്നോട് ചോദിക്ക്. ചിക്കൻ ಮಾಡ್ತೀನಿ. എന്നാ ഇജിന് അടുത്ത് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം കന്നഡ. ഭക്ഷണം കഴിച്ചോ? ഭക്തിനി ഭക്ഷണം കഴിട്ട് കട്ടി അങ്ങനെയല്ലല്ലോ, അതിന്റെ ലിപിയ മാറിപ്പോയി. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ಊಟ ಆಯ್ತಾ? ಊಟ ಆಯ್ತಾ? ഓ, ഇനി അടുത്ത് ചോദിച്ചോ. നാക്ക് കിട്ടി തുടങ്ങി. നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയൊരു ഡയലോഗ് ഞാൻ പറയട്ടെ, പക്ഷെ എന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. മുഷ്കൊൺ കൂർ. അത് ഓല് തപ്പിയെടുക്കൂട്ടോ. കുഴപ്പമില്ല. എന്നാ ഞാൻ അടുത്ത് ചോദിക്ക്. സുഖമാണോ? ചെപ്പുണ്ടു? ചെപ്പുണ്ടൊക്കെ തെലുങ്കാണ്. തെലുങ്കല്ലേ? സുഖമാണോ? ഓപ്ഷൻസാ ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? ನಾನ್ ಗೊತ್ತಿಲ್ಲ ಗೊತ್ತಾയി. ಗೊತ್ತು, ನಂದು ಗೊತ್ತು. തന്നെയാണ്. ಸ್ವಲ್ಪ ಗೊತ್ತು. ಅದನ್ನಲ್ಲ ನಾವು ಹೇಳಿದೀನಿ, ನೀವು ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? അപ്പൊ പറയുന്നൊക്കെ ശരിയോട് തോന്നുന്നു അസറോ. നീ ശരിക്കും കന്നഡ അറിയണമെന്ന് പറയട്ടോ. വേറെ എന്തെങ്കിലും ചോദിച്ചാ എനിക്കറിയണേ, എന്നിട്ടുള്ള അതിന്റെ പറയണ്ടോ? ನೀವು ಗೂಗಲಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಿ, ಅವಾಗ ನೀವು ಗೊತ್ತು ನಾನು ರೈಟ್ ಓರ್ ರಾಂಗ್. അനക്കെന്താ മനസ്സിലാവും ഞാൻ റൈറ്റ് എനിക്ക് കേട്ടാ മനസ്സിലാവും. ആയിക്കോട്ടെ. കുറച്ച് കൂടി അറിയും കൂടി ഇല്ല അത് ചപ്പ. ആലോചിക്കുന്നുണ്ടോ? കൃഷിക്കിന്റെ കണ്ടെന്നൊന്നും ചോദിക്കില്ല, എനിക്ക് അറിയില്ല. ഈ വീടിന് ഞാൻ വെട്ടുകല്ലും മൂടും വെച്ച് പണിയാൻ പോവാണ്. ബസ്സിനോൾക്ക് അറിയില്ല വെട്ടുകല്ലും ഓടും എങ്ങനെ ഇപ്പൊ പഠിച്ചാൻ പോയല്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. വെട്ടുകല്ലൊന്നും അറിയില്ല. ഓടും അറിയില്ല. മനെ അറിയും. മനെ വീട്. നിന്ദു മനെ എന്റെ വീട്. നന്ദു മനെ എന്റെ വീട്. എന്നാ ഞാൻ അടുത്ത് വെച്ചാ. ഞാൻ പുറത്തിറങ്ങി കൈക്കോട്ട് കൊണ്ട് കളക്കാൻ പോവാണ്. കൈക്കോട്ടിന്റെ ഒന്നും കൈക്കോട്ട് കൊണ്ട് അവിടെ കൈക്കോട്ടില്ല. ഇല്ല.
എന്നാ ഞാൻ ഒരു കോവർ കൈതനെ മേക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ബേസിക് ഹ്യൂമൻസ് പറയണ സാധനങ്ങൾ എനിക്കറിയുള്ളൂ. ബേസിക് ഹ്യൂമൻസ് പറയണതൊക്കെ ഇതൊന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇജ്ജ് പഠിച്ചോ എങ്ങനെയാ? എന്നാ ഇത് പറയും ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പ് ഇല്ല. പറയ്. സെയിം തന്നെ. ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പ് ആകില്ല. ആകൂലാന്ന്. ഞാൻ പറഞ്ഞത് പഠിച്ചോ എങ്ങനെയാ? എന്നാ ഞാൻ അടുത്ത ಇದು ನ್ಯೂ ಸ್ಟಡಿ ಮಾಡ್ತೀನಾ? ನಾ ಹೇಳಿದ್ದು ನ್ಯೂ ಸ್ಟಡಿ ಆಯ್ತಾ? ಅಲ್ಲಿ ಸ್ಟಡಿ ಮಾಡ್ತೀನಾ? ಇದು സ്റ്റഡി അത് കന്നഡക്കാര് എനിക്കറിയാം. നെയ്മർക്ക് വേൾഡ് കപ്പ് ആകില്ല. നെയ്മറിന് വേൾഡ് കപ്പ് ഇല്ല. ആകില്ല, കിട്ടിയില്ല. നശ്വാക്ക് കുക്കിംഗ് ആകില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഓക്ക് സാധാരണ ടോക്കാണ് അതൊക്കെ അറിയാം അല്ലേ? അടുത്ത ബസ് എപ്പോഴാണ് ചോദിക്കാം? ಎನ್ನೋ ಬಸ್ ಚೆಪ್ಪೋ. നെക്സ്റ്റ് ബസ് ಎಷ್ಟು ಗಂಟೆ? അടുത്ത ബസ് ഏത് സമയത്താ? നെക്സ്റ്റ് ബസ് അത് ഇംഗ്ലീഷ് ആണ്, അത് കന്നഡയ്ക്കാക്ക്. എല്ലാ ലിപിയും കന്നഡയിലേക്ക് വരണം. അത് പറ്റില്ല. അടുത്ത ബസ് എപ്പോഴും നെക്സ്റ്റ് ബസ് വെൻ. കന്നഡ സ്ലോഗൻ പറഞ്ഞു. സ്ലോഗൻ ഒന്നും എനിക്കറിയില്ല. പിന്നെ എന്താ പറയാ? നിക്കാതെ കന്നഡ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ റിപ്ലൈ പറയും. അല്ലാതെ അങ്ങനെ ഞാൻ ഇപ്പൊ എന്താ എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്നാ ഇത് പറയും. ഈ ജീര ചിക്കൻ കൊള്ളാം പറയും. ജീര ചിക്കൻ ಚೆನ್ನಾಗಿದೆ, ಚೆನ್ನಾಗಿದೆ, രസമുണ്ട്, ഭംഗിയുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ. ഇത് ഫസ്റ്റ് ട്രയൽ ഞാൻ നോക്കും. കണ്ടിട്ട് തന്നെ കൊള്ളാം. മച്ചനെ തമ്പടിക്കടി. ഓളൊരു പണി ഏൽപ്പിച്ചിക്കണ. അപ്പൊ നമ്മള് അപ്പം ചീര ചിക്കണും ജീര സീൻ സ്മെല്ലാട്ടോ. ഓവർ മസാലയും ഓവർ പച്ചക്കറികളൊന്നും ഇടാതെ ലഘുവായ മസാലയിൽ ട്രൈ ചെയ്യാം ഉണ്ടാക്കി തീർത്ത ഒരു രുചികരമായ വിഭവമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ പേരാണ് ജീര ചിക്കൻ. സീൻ അതോണമെന്നല്ല, നിങ്ങൾ ഇവിടെ വന്നിരുന്ന മല്ലിച്ചപ്പൊരു പൊടിക്കുമാ. ഇതെങ്ങനെ തന്നെയാ? ഇത് ഔഷധാണേ. ഔഷധാണ്. അടിപൊളിയായിട്ടോ. നിങ്ങള് നിന്നമ്മ ഒരു ദോശ നല്ല ടേസ്റ്റ്. പിന്നെ ഞാനുണ്ടാക്കും. ആ നിമ്മാക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതെ. ആന ഇറങ്ങോ അവിടെ? ആന വന്നു കഴിഞ്ഞാൽ മോനെ തുണക്കോ? മറ്റേ ഞാൻ മാത്രല്ലേ പോളൂ, നിങ്ങളെങ്കിലും കൂടെ ഉണ്ടാവുമല്ലോ. ഞാൻ പോട്ടെ. മിനിഞ്ഞാന്നൂടി അതിൽ ആന ഇറങ്ങിക്കണം. എവിടെ? അവിടെ ഉമ്മ ഇറങ്ങിട്ടില്ലേ? എപ്പോഴാരോ രാത്രിയല്ലേ? ഇന്ന് ചാക്കി പോയില്ലേ? ആ പോയി 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞു. അല്ല, സ്കൂട്ടി അവിടെ നിന്നോട്ടെ, നാളെ എടുത്താ പോരെ? അർജന്റില്ലല്ലോ. രാവിലെ നമുക്ക് കോളേജിൽ പോണ്ടേ? ആണെങ്കിൽ ലീവ് എടുക്കാം. ഇത് ഓഫാക്കിയോ ക്യാമറ? കട്ട പോസ് ചെയ്തോ. എല്ലാവരും കാണട്ടെ കോളത്തിന്.
സ്കൂൾ ഫീൽസ് ലൈക്ക് ഹോം എന്നൊക്കെ പറഞ്ഞേ ഞാൻ നാളെ പോണില്ല. ഹോംലിന്ന് ഹോംലി ഫീൽ കണ്ടില്ല അതോ എന്നിട്ട് വന്നീനൊക്കെ പിന്നെ അതേമാതിരി പോലെ അവിടെ ചെല്ലുന്നത് അതിലിപ്പോ നേരത്തെ പറഞ്ഞത് അവിടെ ആന ഇറങ്ങുന്നുണ്ട്. അവിടെ ബാക്ക് മറ്റേ റബ്ബർ ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ് ആണ്. അത് ഫോറസ്റ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതില് ആന ഇറങ്ങി വരുന്നുണ്ട്. ഒരു ആന, ഒരു സൂപ്പർ ആന ഉണ്ട്. അത് വന്നാൽ എല്ലാവരും സൂപ്പാക്കിയാണ് ഓൻ ഒരു പണിക്ക് പോകും. അതന്നെ കാര്യം ചിലപ്പോ രാവിലെയാണ് മയിലുകൾ ഇങ്ങനെ പോണ്, രാത്രിയാണ് മാനുകള്. മിഞ്ഞാന്ന് ബാസിലൊന്നും ഒരു 10-25 മാന് ഞങ്ങളുടെ അത് നേരെ ബാക്കിൽ ഫോറസ്റ്റ് അല്ലേ? മയിലടിയിലേ അവിടെ ഫോറസ്റ്റ് അല്ലേ? അതിന്റെ അപ്പുറത്ത് ഫുള്ള് ഫോറസ്റ്റ് അല്ലേ? അക്കമ്പാട് ഫോറസ്റ്റ് അല്ലേ? ആന ഇതാണ്. ഇപ്പൊ ഇറങ്ങിയോ? ഇവിടെ ഞാൻ ഒരു ദിവസം ഇതേമാതിരി രാത്രി 2 മണിക്ക് കയറിയാ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കാം. നമ്മളിവിടെ ചക്കന്റെ മരല്ലേ അമ്മ അവിടെ അമ്മ എപ്പോഴും ഇറങ്ങിയ സമയത്ത് എപ്പോഴും ഇറങ്ങീനെ ഇന്റെ നേരത്തെ ഞാൻ കിടക്കുന്ന റൂമിൽ ഒട്ടപ്പുറത്ത് തെങ്ങിന് തയ്ക്കൊന്നും ഞാൻ അറിഞ്ഞില്ല. ചക്ക പിന്നെ ഒരു സമയം പിന്നത്തെ എന്തായാലോ അസറോ വന്ന് വൈകുന്നേരം ആകുമ്പോതിന് ഇറങ്ങണോ ഇല്ലേ? ഓർമ്മല്ലേ? വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോതിന് ഇറങ്ങണം. ഞങ്ങളെല്ലാരും കൂടെ ഓട്ടും. നമ്മളെ ബാക്കിൽ റബ്ബർ കൂടെ ഓട്ടിയിട്ട് അപ്പുറത്തേക്ക് ആ തോടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ആകും. എന്നിട്ട് കുറച്ചു നേരം ഉണ്ടാവും. അഞ്ഞു കൊണ്ടിട്ട് പോയാലേ ഞങ്ങളെ ഫോറസ്റ്റിൽ കഴിച്ചാൽ കുറവില്ല. എന്റെ കാലം അവിടെ തന്നെ അടിഞ്ഞത്. കമ്മിനല്ല, എന്റെ കാലം ഫോറസ്റ്റ് ഗ്രൗണ്ടെന്നാണ്. അവിടെ നിന്നപ്പോൾ എല്ലാവരും കൂടെ ഏറ്റി കൊണ്ടുവന്നില്ല. അന്ന് എത്ര ഏച്ചണം, അന്ന് ഞാൻ കുറച്ചുകൂടി തടിയുള്ള സമയമാണ്. കാലിന്റെ പൊട്ടിയിട്ട് ജോയിന്റില് അത് ഒരു തോടുണ്ട്, അതിന് ഫുള്ള് വെള്ളമായി കയറാം. അത് നല്ല തടിയിനി. ആ തോട് നീന്തി കടന്ന് ഇനിയും കൊണ്ട് കയറണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാറി മാറി പാലകത്ത് ചിക്കൻ ഫുള്ള് തിന്നല്ലേ. നമ്മക്കൊക്കെ കുട്ടിക്കാലത്ത് എല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലേ അമ്മ? സ്കൂളില്ലാതെ രാവിലെ ഇവിടെ നിന്നാണ് പോകില്ല. നമ്മളുടെ ജനറേഷനാണ് എല്ലാം കിട്ടിക്കുന്നത്. പഴയ ലൈഫ് സ്റ്റൈലും പുതിയ നമ്മൾ ഉള്ളപ്പോൾ ലൈഫ് സ്റ്റൈലും ഇനി ഫ്യൂച്ചറിലുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ ഫ്യൂച്ചറൊക്കെ ഇപ്പൊ തന്നെ കാണുന്നുണ്ടല്ലോ. അനക്ക് എന്ത് 2003 2004 2002 2003 അത് വലിയൊരു മാറ്റാണേ. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. സീൻ ചിക്കൻ. ഇത് ഈ എല്ലൊക്കെ ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പേരും ടേസ്റ്റ് ഒന്നും പറയാല്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് സിമ്പിളാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ മസാലയും പരിപാടികളും കൂട്ടിക്കാണ്ട് ചട്ടിയിലിട്ടാണ്ട് ഇളക്കേണ്ട പരിപാടിയുള്ളൂ. പിന്നെ ഒരു 30 മിനിറ്റ് വെക്കുക. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഉലുവയും ഈ പച്ച മല്ലിയും അത് കിട്ടൂല. അത് ഇവിടുന്ന് കൊണ്ടുപോകണം. അത് കൊണ്ടോ എന്നിട്ട് ഇൻഷാ അല്ലാ. അതാണ് ഇൻഷാ അല്ലാ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് വന്നതിന് ശേഷം എടുത്തൊരു വ്ളോഗാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് തരാം? എന്ത് തെറ്റുകുറ്റം? ആ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അതിന് ഫ്രെയിമിൽ വന്നേ കാരണം അല്ലാതെ ഒന്നുമില്ല. വിട്ട് പുറത്ത് മാപ്പാക്കി തരാ. അപ്പൊ നമ്മൾ ഇനിയില്ലേ ഇനി അങ്ങോട്ട് നല്ല നല്ല വ്ളോഗുകൾ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കുള്ള ദിവസങ്ങളാണ്, ഒരുപാട് നല്ല ദിവസങ്ങളാണ്. എണ്ണം കൂടാം. കാരണം എന്താ വെച്ചാല് നമുക്കൊരു പരിപാടി വരുന്നുണ്ട്. ഈ ഫാമിലിയിൽ ചിലപ്പോ ഒരാൾ കൂടാം. എന്തിനും സാധ്യതകളുള്ളവര്
ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോണത്. കൂടുതലൊന്നും ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു കയറി പറയുന്നില്ല. വ്ളോഗ് എൻഡ് ചെയ്യാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും വ്ളോഗുകൾ വരും. നമ്മളെ തിരക്ക് ഒഴിവാകുന്നതിനനുസരിച്ച് ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒരു കുക്കിംഗ് വ്ളോഗ് വരും. പിന്നെ എപ്പോഴും കുക്കിംഗ് വ്ളോഗ് അല്ലാത്ത വ്ളോഗുകളും വരാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നല്ല നല്ല വ്ളോഗുകളൊക്കെ വരും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ആക്കാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരോടും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.